ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള ആപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള ആപ്പം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണിത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ് എന്നുള്ള കണക്കിലെടുത്ത് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വരിക. ഈ അരച്ചെടുത്തിട്ട് വന്ന ഈ മാവ് നമ്മൾ ഒഴിക്കേണ്ടത് ഇഡ്ഡലിയുടെയോ ദോശയുടെയോ മാവ് ഒരു 2 സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കിയ ആ മാവിൻ്റെ പാത്രത്തിലേക്കാണെങ്കിൽ അത്രയും ഉത്തമം. ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു മാവ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ദോശമാവാണ്. ഇതിലേക്ക് ആ അരച്ച മാവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് 3-4 മണിക്കൂർ പുറത്ത് വയ്ക്കുക. ഒരു നൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആപ്പം ചുടുക. നമ്മൾ ആപ്പം എപ്പോഴും ഇതുപോലെ ചുറ്റിച്ചാണ് ആപ്പം ചുടേണ്ടത്. നമ്മൾ പൂ പോലെയുള്ള അപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.